ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് കുറച്ചൊരു ഓഫർ ഇടാന്ന് വെച്ചാൽ എന്തായാലും ഇപ്പം നെക്സ്റ്റ് ഇയർ വരാൻ പോവാണ്. അപ്പൊ ഞാൻ എന്റെ എന്താ പറയാ നമ്മുടെ ഉള്ള സൈസസും ഒരു ക്വിക്കായിട്ടൊരു ഓഫർ ഇടാൻ പോവാണ്. ഇപ്പം പോലെ തന്നെ എയർലൈൻസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്കൊരു 999 തുടങ്ങി സ്റ്റാർട്ടിങ് ഉണ്ട്. സ്ലിറ്റിനാണ് കേട്ടോ. പിന്നെ എന്താന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കുക. 1350 ആ റേഞ്ചൊക്കെ ആയിരിക്കും. വിത്ത് ഹാൻഡ് വർക്ക് ആണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പീസുകളോ അല്ലെങ്കിൽ റെഡിമെയ്ഡ്സ് കിട്ടുന്നതോ വെറുതെ ആഡ് ചെയ്യുന്നൊന്നും അല്ല. ഇതെല്ലാം നമ്മളിവിടെ ചെയ്തേക്കുന്ന പീസുകളാണ്. ഇവിടെയുള്ള പീസുകളൊക്കെ തന്നെയാണ്. അതിനെടുത്തിട്ട് ഞാൻ സൈസസ് ഓരോന്നൊക്കെ ഉള്ളതാണ് എടുക്കുന്നത്. അപ്പം മിക്കതിന്റെയും ചിലപ്പം ഒരു പ്ലസ് സൈസ് ചിലതിന്റെ കാണും, ചിലതിന്റെ സ്മോള് തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഒരു പ്ലസ് സൈസ് ഉണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് പാറ്റേൺ തന്നെ പ്ലസ് സൈസ് ഉണ്ട്. നല്ല അടിപൊളി കളറാണ്. ഹാപ്പി ബ്ലൂ കളറാണ്. ഇതിനകത്തോട്ട് മൾട്ടി കളർ റെയിൻബോ കട്ട് ബീഡ്സ് ചെയ്തേക്കുന്നത്. ഇതിന്റെ എന്താ പറയാ ഇതിന്റെ പ്ലസ് സൈസ് ഉണ്ടാവും. അപ്പൊ ഇതാണ് ഫസ്റ്റ്. സ്ലീവിലോട്ട് വരെ നമ്മൾ ഇതിനകത്ത് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് പുറത്തുനിന്ന് പിന്നെ റിപ്പീറ്റ് കുറയുന്നതിന്റെ കാരണം നമ്മളിവിടെ ചെയ്യുന്ന പീസുകളാണ്. സ്ലീവിലോട്ട് വരെ സ്കാറ്റർ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻലി ഇത് ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുപ്പട്ടയുടെ പീസൊന്നുമില്ല. മുമ്പ് ഞാൻ ചെയ്തേക്കുന്ന ദുപ്പട്ടയൊക്കെ പെയർ ചെയ്തിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ ഓഫറിൽ ഇടുന്നത്. ഓക്കെ, പിന്നെ ഓരോന്നും ഓരോ റേറ്റ് ആണ് കേട്ടോ. ഇതും എയർലൈൻ പാറ്റേണിലോട്ടാണ്. ഇത് പുതിയ പീസ് ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ ഒരു ബോട്ട് നെക്ക് വന്നിട്ട് ഇതുപോലെ ഒരു ബോട്ട് നെക്ക് വന്നിട്ട് എയർലൈൻ പാറ്റേൺ. നല്ല അടിപൊളി പാറ്റേൺ ആണ്. ലേറ്റസ്റ്റ് ചെയ്തേക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ. അപ്പം ഇതൊരെണ്ണം. പിന്നെ ഓരോന്നിനും ഞാൻ വീണ്ടും പറയുന്നു, ഓരോ റേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഇത് വേറെ ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഭംഗി വരുന്നത് കണ്ടോ. സിമ്പിൾ ആയിട്ട് ഒരു വി നെക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിസൈനർ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു പാറ്റേൺ. ഓക്കെ, പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു റെഡ് കളർ റിസീവ് ചെയ്തിട്ടുണ്ടാവും ഒത്തിരി പേര്. ഇതുപോലെ നല്ലൊരു റെഡിഷ് മെറൂൺ കളറാണ്. ഇതിനകത്തോട്ട് ഒരു യോക്കൊക്കെ വെച്ചിട്ട് പൈപ്പിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോർഡർ എല്ലാം കൊടുത്തിട്ട് റെഡിഷ് മെറൂൺ കളറാണ്. ഓക്കെ, പിന്നെ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ചെയ്ത പീസുകളാണ്. എല്ലാവർക്കും റിസീവ് ചെയ്തവർക്കൊക്കെ അറിയാം. ഇത് ഒരു പീസ് മാത്രം ലെഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുന്നതാണ്. ഇത് ബെൽ സ്ലീവ് ആണ്. ഇതുപോലത്തെ സ്ലീവ് വന്നിട്ട് ഈ ഒരു പാറ്റേൺ നെക്കിലോട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ബീഡ്സ് ഒക്കെ കട്ട് ബീഡ്സ് വർക്ക് ചെയ്തേക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് 1650 റേഞ്ച് വരും. ഇതും അതേപോലെ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന ഹാൻഡ് വർക്കാണ്. ഇത് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ അത്രയും തിക്കായിട്ടുള്ള ഒരു വർക്കാണ്. ഇതുപോലെ പഫ് സ്ലീവ് ആണ് വെച്ചേക്കുന്നത്. എയർലൈൻ ആണ് കേട്ടോ. ഇതും എയർലൈൻ പാറ്റേൺ ആണ് കണ്ടോ. അപ്പം നമുക്ക് ഓൾട്ടറേഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫർ പീസ് ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ചാർജ് വരും കേട്ടോ. കാരണം ഡെസ്പാച്ച് ആണെങ്കിൽ പ്രോബ്ലം ഇല്ല. അതുപോലെ ഇത് അതിന്റെ തന്നെ ഗ്രീന് ഇതേപോലെ ഒരു ബെൽ സ്ലീവ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ കണ്ടോ. ഈ ഒരു പാറ്റേൺ നെക്ക് കുറച്ച് പോർഷൻ ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. നമ്മുടെ വക റേറ്റ് ആണെന്ന് പറയാം. അപ്പൊ ഇതുപോലെ ഓരോ സൈസസ് ഒക്കെ ലെഫ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്താ പറയാ അതേ പീസസ് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇടുന്നതും. ഇതുപോലെ ബോക്സ് ഫ്ലീറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു പോക്കറ്റ് രണ്ട് സൈഡും വെച്ച് ഇതുപോലെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ആണ്. ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ പ്ലസ് സൈസ് കാണും കേട്ടോ. ഓക്കെ, പ്ലസ് സൈസ് ഉണ്ട്. പിന്നെ ഇതേപോലെ ഇതും ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ട് കണ്ടോ നല്ലൊരു എയർലൈൻ പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ യോക്കെല്ലാം ഇതുപോലെ ഉണ്ടാവും. ബാക്ക് സൈഡ് ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന പീസാണ്. ലെങ്ത് 48 വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പീസ് ഇതിന്റെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുപോലെ ബാക്കും ഫ്രണ്ടും ഒരേപോലെ ഈ ത്രെഡ് കണ്ടോ, ത്രെഡ് കൊണ്ടുള്ള വർക്ക് ഒരേപോലെ പ്ലീസ്. ഒത്തിരി ടൈം എടുത്ത് ചെയ്ത് കാണുമ്പോൾ ഒരു നെറ്റ് ഫാബ്രിക് നിങ്ങൾ യോക്കിൽ വെച്ചേക്കണു. ജോർജറ്റ് ആണ് ഫാബ്രിക്. ഈ പ്ലീറ്റ്സ് ഒക്കെ ചെയ്ത് ബാക്കും ഫ്രണ്ടും ഇതേപോലെയൊക്കെ ചെയ്ത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ നമുക്ക് അതിനെ കാണുമ്പോൾ സിമ്പിൾ ആയാലും ഒത്തിരി എഫേർട്ട് ഇതിന് പിന്നിലുണ്ട്. ഓക്കെ, ഇത് ഇതുപോലെ ഹക്കോബയുടെ തന്നെ ജോർജറ്റോട്ട് വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതിന്റെ പ്ലസ് സൈസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ പ്ലസ് സൈസ് ഉണ്ട്. അടിപൊളിയാണ്. ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു. ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഈ ഒരു ബോക്സ് ഫ്ലീറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒതുങ്ങി തോന്നുന്ന പാറ്റേൺ ആണ്. ഇതിന്റെ പ്ലസ് സൈസ് ഉണ്ട്. ഇത് വിത്ത് ലൈനിങ് സ്ലീവിലോട്ട് വന്നേക്കുന്ന ഇതേപോലെ ഒരു ക്രോഷോ ലേസും ബോർഡർ ഒക്കെ വന്നിട്ട് ഈ ഒരു പാറ്റേൺ നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ്. ഓർഗൻസിയാണ് ഫാബ്രിക് വരുന്നത്. അത് തന്നെ പീച്ച് കളറിലോട്ടും ഉണ്ട്. ഇതാ നല്ല അടിപൊളി കളറാണ്. ഓർഗൻസി ഒക്കെ നമ്മൾ വിത്ത് ലൈനിങ് ഈ ഒരു ഫാബ്രിക്, അതും ആ ഫാബ്രിക്കിലോട്ട് ഓൾ ഓവർ ഓരോ ഡിസൈൻസും ഒരു സീക്വൻസ് ഒക്കെ പോയിട്ടുണ്ട് കണ്ടോ. ഫുള്ളി വർക്ക് വരുന്ന ഒരു ഫാബ്രിക് ആണ് ഇത്. പിന്നെ വന്നിട്ട് ലാവൻഡർ ആണ്. ഇതേപോലെ കണ്ടോ ലാവൻഡർ ക്രേപ്പ് സിൽക്കാണ് ഫാബ്രിക്. ഇത് യോക്കിലോട്ട് ഈ ഒരു ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം കാരണം ക്രേപ്പ് സിൽക്കാണ്. പിന്നെ ഇതാ ഓണിയൻ ഷെയ്ഡിലോട്ട്
ഇതേപോലെ വന്നിട്ട് ഇതുപോലെ ഓണിയൻ ഒരു വെൽവെറ്റിന്റെ ഒരു ഇതായിട്ടുള്ള ഒരു യോക്ക വെച്ചേക്കുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് കണ്ടോ. ജോർജറ്റ് അല്ല, ഇതൊരു എന്താ പറയാ കണ്ടോ, ഒരു സിൽക്കി ലൈക്ക് ഫാബ്രിക് ആണ്. ഇതൊരു സ്ലീവ് ഒക്കെ വെച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള യോക്കൊക്കെ വെച്ചിട്ട് നല്ലൊരു ഫാബ്രിക് ആണ്. ഇതിന്റെ ഒരു പീസേ ഉള്ളൂ. ഈ ഒരു ഇതിനകത്തോട്ട് കണ്ടോ, ഇതുണ്ട് നിങ്ങള് ഈ ഒരു ഫാബ്രിക് ഇതേപോലെ ഇതാ. ഈ ഒരു ഷ്രഗ് നമ്മൾ ഇതിന്റെ അകത്തോട്ട് എന്ത് ഇന്നർ വേണമെങ്കിലും പെയർ ചെയ്തിട്ട് ഇട്ടാൽ നല്ല രസമായിരിക്കും. ഇതുപോലെ കണ്ടോ, ഇതിന്റെ മേലെയാണെങ്കിലും ഇതുപോലെ ഉണ്ടാവും. വൈറ്റിന്റെ ഉള്ളിലാവുമ്പോൾ നല്ല രസമായിരിക്കും. വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ജസ്റ്റ് ഇട്ട് കാണിച്ചേ ഉള്ളൂ. ഇതാണ് അതിന്റെ ഫാബ്രിക് കണ്ടോ, ഇതുപോലെ ഓരോ വർക്ക് പോലെ വരുന്നുണ്ട്. ഒരു നല്ലൊരു പ്രീമിയം ഫാബ്രിക് ആണിത്. ഇതിന്റെ ഇതുപോലെ ഉണ്ടാവും കണ്ടോ. ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ബ്ലാക്കിന്റെ എന്തിന്റെ കൂടെ വേണം ജീൻസ് ഒക്കെ ആയിട്ടായിട്ട് ഇങ്ങനെ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതും ഒരു സെമി ലിനൻ ആയിട്ട് നല്ല ഫാബ്രിക് ആണ്. ഇതെല്ലാം കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. അതിലും ഓൾ ഓവർ ഒരു ഹക്കോബയുടെ പോലെ ഓരോ ഡിസൈൻസ് ഇടയിൽ വരുന്നുണ്ട്. ഷർട്ട് എയർലൈൻ ആണ് കേട്ടോ. പിന്നെ വന്നേക്കുന്ന ലേറ്റസ്റ്റ് ചെയ്തേക്കുന്ന ഹാപ്പി ബ്ലൂല് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ്. ഇതെന്താ ഓഫർ ഇടാന്ന് വെച്ചാൽ ഇതിന് നമുക്ക് പെയർ ചെയ്യാൻ ദുപ്പട്ടയുടെ മെറ്റീരിയൽ എല്ലാം തീർന്നു. ഒരു ബണ്ടിൽ നമുക്ക് ഈ ഒരു കളർ എക്സാക്ട് കിട്ടണമല്ലോ. പിന്നെ ദുപ്പട്ട പെയർ ചെയ്യാം. ദുപ്പട്ട പെയർ ചെയ്യുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. സിൽവർ കളർ ബീഡ്സ് വെച്ചിട്ട് ലേറ്റസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. ഇതേപോലെ കണ്ടോ, സ്ലീവിലോട്ടും ഇതിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു കളറാണ് കേട്ടോ, സൂപ്പർ കളറാണ് ഇത്. ഈ ഒരു നെക്ക് പാറ്റേണിലോട്ട് ഒരു പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് ഇതേപോലത്തെ ക്ലോസ് നെക്ക് ആയിട്ട് ഒരു പ്ലീസ് ഉള്ള പാറ്റേൺ ക്രീപ്സ്. ഇത് ചിനോൺ സിൽക്ക് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഇതും ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും. പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന ലാവൻഡറിന്റെ ഈ ഒരു പീസാണ് കണ്ടോ. ഇതൊക്കെ 999 റേറ്റ് ഒക്കെ ഉള്ളൂ കേട്ടോ. ഇത് ലാസ്റ്റ് പീസ് ഇതാണ്. നല്ല സൂപ്പർ ഒരു ക്വാളിറ്റി ഉള്ളത്. നോക്ക് നിങ്ങൾ ഈ ഫാബ്രിക് നോക്ക്, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത്രയാണ് പീസസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. കാരണം ഓഫർ പീസ് റെഡി ടു ഡെസ്പാച്ച് ആണെങ്കിൽ കൂടെ നമുക്ക് എല്ലാ ഡെസ്പാച്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. കാരണം എല്ലാം കൂടെ ഓരോ ഓർഡറിന്റെ നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയച്ചില്ലേജ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.